അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആരാ അവിടെ ചൂളടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിലൊരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പോൾ ഞാനിവിടെ തനിച്ച. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പൊ കുലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലായി. ഓ, എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്ക് ഒരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും എല്ലാം അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തേ? നാരായണി, ഈ ഭൂനത്തിലുള്ള എല്ലാ പന്നിച്ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുവോ എന്ന്? നാരായണി അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. എന്താടാ വടക്കൂസോളെ ഓടി മരത്തിൽ കയറുന്നത്? നാണമില്ലേ? ചുമ്മാ ഇവിടെല്ലാം ഇറങ്ങി നടക്കിന്നേടെ. അപ്പം നിനക്ക് പൂക്കാനറിയാം. നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ. ഏ? ദൈവത്തിനെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേനെ. ദൈവം ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടുകയില്ല. എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? വിളിച്ചിട്ടെന്താ പിന്നെ ഇത്രയും നേരം വിളി കേൾക്കാത്തത്? നാരായണി. എന്തോ? ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വയ്ക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ ദാ വരുന്നു. കിട്ടിയോ? ദൈവമേ, ആ കിട്ടി. തമ്പുകളിലെ കെട്ടഴിക്കണം. അഴിക്കാം. ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ പോവാ. എവിടെ? മുടിക്കെട്ടിലോ? അല്ല, ഹൃദയത്തിനുള്ളിൽ. ഞാനത് നട്ട് വെള്ളമൊഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിൻ്റെ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പം ഒരു ഉണങ്ങിയ കമ്പ് മുകളിലേക്കിടും. വരുവോ? വരും. എൻ്റെ ദൈവമേ. എന്താ നാരായണി? എനിക്ക് കരയാൻ തോന്നുന്നു. കാരണമെന്ത്? അറിഞ്ഞൂടാ. നാരായണി, പോയി നട്ടിട്ട് വരൂ. ഞാൻ ഉണക്കക്കമ്പിടും. ഞാനത് നോക്കിയിരിക്കും. കണ്ടാ വരുവോ? വരും.